Hello everyone, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ അറേസിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എനിക്ക് സ്റ്റോർ ചെയ്യണം. 23, 54, 78 and 90 ഇത്രയും നമ്പേഴ്സിനെ എനിക്ക് അസെൻഡിങ് ഓർഡറിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. എങ്ങനെയാണ് എനിക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അറേ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലേ. അപ്പോൾ അറേ വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അറേയിൽ എപ്പോഴും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷനിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ വാല്യൂസിനെ അറേയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. ഇത് മെമ്മറി ആണെന്നുണ്ടെങ്കിൽ ഈ മെമ്മറീനെ 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബ്ലോക്കിലും ഡാറ്റ വാല്യൂസിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. ദെൻ ഓരോ ബ്ലോക്കിൻ്റെയും സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടിരിക്കും അല്ലേ. ഇപ്പോൾ ഇൻറ്റീജർ ആണ് എല്ലാ വാല്യൂസും. അപ്പോൾ നമ്മൾ ഇൻറ്റീജറിന് വേണ്ടിയിട്ട് 4 ബൈറ്റ്സ് ആണ് മെമ്മറിയിൽ എപ്പോഴും അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ 2 ബൈറ്റ്സ്. അത് മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ 1 ബൈറ്റ്. അപ്പോൾ ഞാനിവിടെ 4 ബൈറ്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ കോണ്ടിഗ്യൂസ് ആയിട്ട് ആണ് എപ്പോഴും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 23 എന്ന് പറയുന്നത് 1000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 1004, അതായത് 4 ബൈറ്റ് 23ക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തു. ദെൻ 1004ൽ 54 സ്റ്റോർ ചെയ്യും. ദെൻ 1008ൽ 78, ദെൻ 1012 90. ഇങ്ങനെ കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷനിലാണ് നമ്മൾ ഡാറ്റനെ അറേഞ്ച് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് അറേ റെപ്രസെൻറ്റേഷനിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അറേനെ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലിസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ദെൻ ഈ അറേയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അറേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. അതായത് നമ്മൾ അറേനെ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിലാണ് അറേക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രോഗ്രാമിംഗ് കോഡിൽ ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് കോഡിൽ എ ഓഫ് 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ എ എന്ന് പറഞ്ഞ അറേയാണ് അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞ അറേക്ക് 10 മെമ്മറി ലൊക്കേഷന് ഓൾറെഡി അലോക്കേറ്റഡ് ആയിരിക്കും. അറേ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ 10 മെമ്മറി ബ്ലോക്സിനെ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10 വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ റൺ ടൈമിൽ എക്സ്ട്രാ ഏതെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറേ എന്ന് പറയുന്നത് ഓവർഫ്ലോ ആയിരിക്കും അല്ലേ. നമുക്ക് ഡാറ്റേനെ സ്റ്റോർ ചെയ്യാനുള്ള സൈസ് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഡാറ്റ സ്ട്രക്ചർ കൊണ്ടുവന്നത്. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോണ്ടിഗ്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കില്ല, നോൺ കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ദെൻ ഒരു പോയിൻ്റർ വെച്ചിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും ഓരോ ലൊക്കേഷനും. ഓക്കെ, അപ്പോൾ ഒരു ലിസ്റ്റിനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും. ദെൻ അതിനൊരു പോയിൻ്റർ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. റൺ ടൈമിൽ തന്നെ നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അറേനെ വെച്ച് നോക്കുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിനുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. ഇപ്പോൾ കണ്ട, ഇതാണ് ഒരു നോഡ് എന്ന് പറയുന്നത്. ഓരോ നോഡിനും 2 പാർട്സ് ആണുള്ളത്, ഡാറ്റ, ദെൻ നെക്സ്റ്റ് നോഡിലേക്കുള്ള അഡ്രസ്സ്. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സ്ട്രക്ചർ. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈസ് എ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലിസ്റ്റ്. ഈ സെയിം വാല്യൂസിനെ നമ്മൾ എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം ഓരോ നോഡ്സ് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് നോഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ഡാറ്റ വാല്യൂനും ഓരോ നോഡിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കി 23 എന്ന് പറയുന്നത് ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും 54 സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. 54 ഇപ്പോൾ സ്റ്റോർ ചെയ്തേക്കുന്നത് 5000ലാണെന്നുണ്ടെങ്കിൽ ഈ 5000 നമ്മൾ എവിടെ ഉണ്ടായിരിക്കും? 23യുടെ അഡ്രസ് പാർട്ടിൽ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ഒരു നോഡിൽ അതിൻ്റെ ആക്ച്വൽ ഡാറ്റ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് നോഡിലേക്കുള്ള അഡ്രസ്സ്, അതായത് 54ലേക്കുള്ള അഡ്രസ്സ് 23യുടെ അഡ്രസ് പാർട്ടിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 78ലേക്കുള്ള അഡ്രസ്സ് 54ൻ്റെ അഡ്രസ് പാർട്ടിൽ ഉണ്ടായിരിക്കും. 54 4000 എന്ന് പറയുമ്പോൾ 4000ലായിരിക്കും നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്. അതായത് 78 സ്റ്റോർ ചെയ്തിരിക്കുന്നത് 4000. നെക്സ്റ്റ് ഇവിടെ 5200ലായിരിക്കും 90 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് നമുക്ക് കാണാം നൾ എന്നുള്ളത് അല്ലേ. നൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് ഡാറ്റയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അഡ്രസ് പാർട്ട് നള്ളാക്കി അവിടെ സെറ്റ് ചെയ്യും. ഇതൊരു സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് നോഡിലുള്ള ഡാറ്റനെ ആക്സസ് ചെയ്യുന്നത്? ഇപ്പോൾ 54നൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 23ലുള്ള അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്
54ന് ഡാറ്റനെ ആക്സസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് നോഡിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഹെഡ് പോയിൻ്റർ. ഹെഡ് എന്ന് പറഞ്ഞ പോയിൻ്റർ എപ്പോഴും പോയിൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നോഡിലേക്കുള്ള അഡ്രസ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 1000 എന്ന് പറയുമ്പോൾ 1000-ലായിരിക്കും 23 സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ 1000 5000 എന്നൊക്കെ കൊടുത്തുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ 1000-ലായിരിക്കും 23 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും റൺ ടൈമിൽ. ഓക്കെ, നോഡിന് മെയിനായിട്ടും 2 പാർട്സ് ആണുള്ളത്, ഡാറ്റ ദെൻ ലിങ്ക്. ഡാറ്റ എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റയും ലിങ്ക് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് നോഡ് ഓഫ് ദി ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു സിംഗിൾ ലിങ്കഡ് ലിസ്റ്റ്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്കഡ് ലിസ്റ്റ് ഉണ്ട്. ഡബ്ലി ലിങ്കഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്കഡ് ലിസ്റ്റ്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് ഇനി സബ്സിക്വൻറ്റ് വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലിങ്കഡ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എക്സാംസിനൊക്കെ അറേസും ലിങ്കഡ് ലിസ്റ്റും നമ്മൾ ഡിഫറൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ലിങ്കഡ് ലിസ്റ്റിലെ ഓപ്പറേഷൻസിനെയൊക്കെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്